എന്ത് വലിയ ക്യാൻറ്റീൻ അല്ലേ? ഇപ്പം അഡ്മിഷൻ്റെ സമയമായതുകൊണ്ടല്ലേ ഇവിടെ നിറച്ച് സ്റ്റുഡൻസ് ആയിരിക്കും. ഞാൻ വന്നപ്പോൾ മോനെ ശ്രദ്ധിക്കാം. മോന് വാതോരാതെ ശൈലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ഇതെങ്ങനെ ശൈലത്തെ ഇത്ര അറിയാം? നമ്മുടെ ഇക്ബാൽ സാറല്ലേ, നമ്മൾ നേരത്തെ കണ്ട സാറ്. സാറിൻ്റെ ഒരു വെബിനാർ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്നോട് ശൈലത്തെ ഞാൻ ഫോളോ ചെയ്യുന്ന. പിന്നെ നമ്മുടെ അനന്തു സാറല്ലേ, സാറിൻ്റെയൊക്കെ ലൈഫ് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. പോയാലോ? പോയേക്കാം. എടാ, ഈ ഹൈബ്രിഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? നീ ഹൈബ്രിഡ് വണ്ടികളെ കുറിച്ച് കേട്ടിട്ടില്ലേ? പെട്രോളും ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ഉണ്ടാവും. പെട്രോൾ നമുക്ക് സേവും ചെയ്യാം, എന്നാൽ എനർജി എഫിഷ്യൻറ്റും ആയിരിക്കും. അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും ഒരുപോലെ വരുന്ന ഒരു കിഡിലൻ സ്റ്റഡി മെത്തേഡാണ് ഹൈബ്രിഡ് ലേണിംഗ്. അതെങ്ങനെയാ? അതായത് ഇപ്പം നമ്മൾ ഹോസ്റ്റലിലേക്കാണല്ലോ പോണത്. അവിടെ പോയിരുന്ന് ഒരു ദിവസം മുഴുവൻ പഠിക്കും. ആ പഠിച്ച കാര്യങ്ങൾ പിറ്റേന്ന് ഇവിടെ ക്യാമ്പസിൽ വന്നിരുന്ന് നമ്മൾ എക്സാം എഴുതും. അത് തന്നെ തലേന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ നമ്മൾ ഇവിടെ ഇരുന്ന് പഠിക്കും. അപ്പോൾ നമുക്ക് ഡൗട്ട് ക്ലിയറിങ് സെഷൻസും ഉണ്ടാവും. ഇതാണ് ഹൈബ്രിഡ് ലേണിംഗ്. എങ്ങനെയാ? അടിപൊളിയല്ലേ? എന്നാൽ നമുക്കങ്ങ് പോയാലേ? വാ. അച്ഛൻ പോയിക്കോട്ടെ മോനെ, ഹോസ്റ്റലിലേക്കൊന്നും വരുന്നില്ല. ഇനിയിപ്പോ കൂട്ടുകാരൊക്കെ ആയല്ലോ, ചെന്നിട്ട് വളവിടാനുള്ളതാ. അച്ഛനെ ഈ മോന്റെ പഠിത്ത കാര്യത്തിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ സ്നേഹമില്ലാത്തോണ്ടൊന്നും അല്ല, അച്ഛൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയായതുകൊണ്ടാണ്. മോനിപ്പോ എന്തായാലും വന്നേക്കുന്ന സ്ഥലം നല്ലതാ, അത് അച്ഛന് വന്ന് കണ്ട് മനസ്സിലായി. ഇനി മോനി സച്ചിനെ പോലെയൊക്കെ നിന്റെ ലക്ഷ്യത്തിലേക്ക്, നിന്റെ സ്വപ്നത്തിന് വളമിട്ട് വളർത്തണം. ഓരോ ചെടിയും നട്ട് നനച്ച് കായിടുന്ന കാണുമ്പോൾ അച്ഛന് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, എൻ്റെ മോനും ഉണ്ടാകും. പൊക്കോട്ടിട മോനെ. അച്ഛൻ ഇമോഷണൽ ആക്കി അല്ലേ? മുൻപൊക്കെ വളയിടാനും നനക്കാനൊക്കെ ഞാനും ഉണ്ടാവായിരുന്നു അച്ഛൻ്റെ ഒപ്പം. ഇനിയിപ്പം അച്ഛൻ ഒറ്റക്കായിരിക്കും. നീ ഇത് കരയിക്കോ? എനിക്ക് എന്തേലൊക്കെ അച്ഛന് വേണ്ടി ചെയ്യണോടാ. എന്നാ പിന്നെ നിനക്ക് അഗ്രികൾച്ചർ തന്നെ നോക്കൂടെ? എന്താണ് എന്ത് ബ്രോ ആലോചിച്ചിരിക്കുന്ന? അച്ഛൻ പോയി വിഷമത്തിലാണോ? നീ അല്ലടാ, നീ എന്നോട് പറഞ്ഞില്ലേ അഗ്രികൾച്ചർ നോക്കിയാൽ മതി. ഞാനും ഗൂഗിൾ ചെയ്ത് നോക്കി. എന്നിട്ട് എനിക്കെന്റെ എയിം കിട്ടിയടാ. എന്തുവാ? കെമിക്കൽ എഞ്ചിനീയറിംഗ്, IIT ബോംബെ. ഈ കെമിക്കൽ എഞ്ചിനീയറും അഗ്രികൾച്ചറും തമ്മിൽ എന്താ ബന്ധം? എടാ, ഈ വളങ്ങളും കീടനാശിനികളും ഉണ്ടാക്കുന്നതിൽ അതിന് മാറ്റം വരുത്തുന്നതിലൊക്കെ കെമിക്കൽ എഞ്ചിനീയറിംഗിന് ഭയങ്കര പങ്കുണ്ട്. അപ്പൊ പ്രകൃതിക്ക് ദോഷമില്ലാത്ത വളങ്ങളുണ്ടാക്കി എൻ്റെ അച്ഛനെ പോലെ കുറെ പേരെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നതാ. അപ്പോ ഞാൻ IIT ബോംബെയിൽ CS, നീ IIT ബോംബെയിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്. സെറ്റ്.